ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ്സിൻ്റെ തദ്രീബു തിലാവ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിലുള്ള ഒന്നാം ക്ലാസ്സിലെ തദ്രീബു തിലാവയിലെ അദ്ദറസു സാലിസ് വൈഷ്റൂൻ 23ാമത്തെ പാഠം. അപ്പോൾ 23ാമത്തെ പാഠമായിട്ട് നമുക്ക് വരുന്നത് എന്താണ്? ഇവിടെ ചിത്രത്തിൽ കാണുന്നത് കുതിര അല്ലേ, ഹോസ്. അപ്പോൾ നമ്മൾ അറബിയിൽ എന്താണ് അതിന് പറയുക? അതിൽ പഠിക്കുന്ന അക്ഷരം ഏതാണ്? റെഡ് കളറിൽ വന്ന അക്ഷരമൊക്കെ നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കണം. ബാക്കി അക്ഷരങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ പഠിച്ച അക്ഷരങ്ങളാണ്. അപ്പോൾ നമുക്കതൊക്കെ ചേർത്ത് വായിക്കാനൊക്കെ മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഹോസ്, ഹോസിന് ഫറസ്, ഫറസ്. അപ്പോൾ ഫ എങ്ങനെയാണ് എഴുതുക? ഫ പുള്ളിട ഫതഹിട ഫ, ഫറസ്. എന്താണ്? ഫറസ്. കാറ്റോടുകൂടി പുറപ്പെടുന്നൊരു അക്ഷരമാണ് ഫ, ഫറസ്. മനസ്സിലാക്കാം. ഇനി താഴെ വന്ന ഫ വ്യത്യസ്ത ഹർക്കത്തോട് കൂടി വരുന്ന വേർഡ്സുകൾ. ഫജ്റുൻ, 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 ഫജ്റുൻ. ഫുആദുൻ, ഫുആദുൻ. ഫിറാഷുൻ, ഫിറാഷുൻ. ഫു ഫി. സിഫ്റുൻ, സിഫ്റുൻ. ഫതഹേർ അൽഫ് കൊണ്ട് നീട്ടുന്നു. ഫാസ, ഫാസ. അഫൂറുൻ, ഫൂ, അഫൂറുൻ, അഫൂറുൻ. സഫീറുൻ, സഫീറുൻ. സഫീറുൻ, സഫീറുൻ. ഫു ഫി ഖഫ്, ഫു ഫി ഖഫ്. ഫു ഫി ഫൻ, ഫുൻ ഫിൻ. ഫൻ ഫതഹ തൻവീൻ അലിഫ് ഇട്ട് അല്ലേ, ഫുൻ ഫിൻ. മനസ്സിലാക്കാം. ഫ എഴുതുന്ന രീതി മനസ്സിലാക്കുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇങ്ങനെ വരിക, ഡോട്ട് ഇടുക. ഫ മനസ്സിലാക്കട്ടോ. നെക്സ്റ്റ് നക്ര വായിക്കാനാണ്. നമുക്ക് ഫ വന്ന വ്യത്യസ്ത വേർഡ്സുകളുണ്ട്. ബാക്കി അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. നമുക്ക് ചേർത്ത് വായിക്കാം. ഫർ ഓൻ, ഫർ ഓൻ. ഫിറാഷുൻ, ഫിറാഷുൻ. ഫുറാത്തുൻ, ഫുറാത്തുൻ. ഫായിസുൻ, ഫായിസുൻ. ഹംസ കസ്ര ഫാഇ, ഫായിസുൻ. സുഫൂഫുൻ, സുഫൂഫുൻ. അഫീറുൻ, പുള്ളില്ല, അഫീറുൻ. സൊർഫൻ, ഫൻ, സൊർഫൻ. അത്ഫുൻ, അത്ഫുൻ. സുഹുഫിൻ, സുഹുഫിൻ. ഇനി എന്താണ്? ഫ വന്ന ഖുർആനിൽ നിന്നുള്ള ചെറിയൊരു ആയത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് ഫു. അപ്പോൾ ഇവിടെ ഫ ഈ ഇങ്ങനെ വരുന്ന അലിഫ് ഇടയിൽ വരുമ്പോൾ ഉച്ചരിക്കൂല കേട്ടോ. അവിടെ ഫ എന്ന് പറയേണ്ട. ഫു അൻഹും വസ്ഫഹ് ഇവിടെയും വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫു അൻഹും വസ്ഫഹ് മനസ്സിലാക്കുക. ഫ വന്നത് കേട്ടോ ആയത്ത് രീതി ഖുർആനിലെ. പിന്നെന്താണ്? വമൻ കാന, വമൻ കാന അനിയൻ ഫൽ യസ്തൗഫിഫ്. വമൻ കാന അനിയൻ ഫൽ യസ്തൗഫിഫ്. ഇവിടെയൊക്കെ ഫ വന്നിട്ടുണ്ട് കേട്ടോ. ഫിഫ് രണ്ടെണ്ണം ചേർന്ന് വന്നു. അപ്പോൾ ഫകൾ ചേർത്ത് എഴുതുമ്പം, ഇടയിൽ എഴുതുമ്പം, തുടക്കത്തിൽ എഴുതുമ്പം ഒക്കെ ഉള്ള വ്യത്യാസങ്ങളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഓക്കെ. ഇനിയാ ഖുർആനിൽ നിന്ന് വന്ന ചെറിയ വേർഡ്സ് നമുക്ക് ഫഇൻ്റെത് നമുക്ക് വായിക്കാം. ലൗഫൻ, ലോതാണ്. ലൗഫൻ. അഫൂറുൻ, അഫൂറുൻ. ഷഫീഉൻ, ഷഫീഉൻ. ഖിഫാഫൻ, ഖിഫാഫൻ. ഫതോഫ, ഫതോഫ.
ഇഫ്രീത്തുൻ ഇഫ്രീത്തുൻ ഇഫ്രീത്തുൻ. നമുക്കതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. ഫറസ് ഫറസ് ഹോസ് മനസ്സിലാക്കാം. ഇനി നുലബി നിറം നൽകണം അല്ലേ. എഴുതുന്ന രീതിയിൽ നമുക്കതിൻ്റെ മുകളിലൂടെ ഇവിടെ റെഡ് കളറിലാണ് എഴുത്ത് വന്നത്. അപ്പോൾ നമുക്ക് റെഡ് കൊടുക്കാം. ഇവിടെ ഗ്രീന് കളറും കൊടുത്ത് നമുക്ക് ഭംഗിയാക്കാം. അടുത്തത് എന്താണ്? നുലബിന് ഖാനാത്തി ലത്തി ഫിഹ ഫ. താഴെയുള്ള ചതുരത്തിൽ ഫ ഉണ്ട്, അതിൽ നിറം നൽകാനാണ്. അപ്പോൾ ഇവിടെ ബ ഫ, അപ്പോൾ ഇതിന് കൊടുക്കാം. പിന്നെയും ഫ, താന് വേണ്ട, ഫന് ലോദ് ഫ. അപ്പോൾ ഫാകൾക്ക് നിറം നൽകട്ടോ ഫാഇൻ്റെ ചതുരത്തിൽ. അപ്പോൾ ഫാ നമുക്ക് അതിന് കാണാൻ കഴിയണം, ആ രീതിയിലുള്ള നിറം വേണം കൊടുക്കാൻ കേട്ടോ. ഇനി എന്താണ്? ഫാഇന് വട്ടം വരയ്ക്കാം. താഴെയുള്ള വേർഡ്സിൽ ഫാഇന് നമുക്ക് വട്ടം വരച്ചു കൊടുക്കാം. ഫർദുൻ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് അല്ലേ, ഫ. ഓക്കെ. സഫറുൻ രണ്ടാമത്തെ അക്ഷരമായിട്ട് ഫ. ഫസഉൻ ഫസ്റ്റത്തെ അക്ഷരം അല്ലേ. ഹുഫറുൻ ഹുഫറുൻ രണ്ടാമത്തെ അക്ഷരം. ഹർഫുൻ അവസാനത്തിൽ. അപ്പോൾ റായിനോട് ചേർത്ത് എഴുതൂല. അപ്പോൾ എഴുതിയ രീതി മനസ്സിലാക്കുക. ഇവിടെ ഈ അക്ഷരത്തോടൊക്കെ എഴുതും, അപ്പോൾ അവിടെ ചേർത്ത് എഴുതി. ഇവിടെ ഫസ്റ്റാണ് വന്നത്, അപ്പോൾ അവിടെ എഴുതി. ഇവിടെ ഇടയിൽ ഇവിടെ ഫസ്റ്റ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് എന്താണ്? നുലബിൻ മുകളിലൂടെ നമുക്ക് ഫ എഴുതുന്നത് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഇവിടെ എഴുതി മേലക്കൂടെ എഴുതുക ഫ. ഇപ്പോൾ ചേർത്ത് എഴുതുമ്പോൾ, തുടക്കത്തിൽ എഴുതുമ്പോൾ എഴുതുന്ന രീതി മനസ്സിലാക്കുക കേട്ടോ. ഇങ്ങനെ വന്നിട്ട് പിന്നെ ബാക്കി അക്ഷരം എഴുതുക. നമുക്ക് പിന്നെ എഴുതാനുള്ള ഏതാണോ അക്ഷരം റാ ആണെങ്കിൽ അതിലൂടെ അപ്പോൾ എഴുതുന്ന രീതി പുള്ളിയിടുക. പിന്നെ ഇടയിൽ എഴുതുമ്പോൾ അക്ഷരത്തിൻ്റെ ഇടയിൽ, ഇപ്പോൾ സഫർ നേരത്തെ നമ്മൾ വായിച്ചു, അപ്പോൾ സ ഫസ്റ്റ് എഴുതി ഫ എഴുതുന്നത്, പിന്നെ റാ. ഓക്കെ. പിന്നെ അവസാനിക്കുന്ന സ്ഥലത്താണ് ഫ വരുന്നതെങ്കിൽ എന്ത് ചെയ്താ? റാഫുൻ റാഫുൻ. അപ്പോൾ ഇവിടെ ഐനിനോട് ചേർന്നിട്ട് ഫ വരുമ്പോൾ എഴുതുന്ന രീതി അവസാനിക്കുമ്പോൾ കേട്ടോ. ഓക്കെ. അപ്പോൾ അതൊക്കെ ഏത്തിൽ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ഓക്കെ. ഇനി എന്താ? നക്തുബ് കലിമാത്ത് ബിൽ ഹുറൂഫി. താഴെയുള്ള ഈ ബോക്സിലുള്ള അക്ഷരങ്ങൾ ചേർത്തിട്ട് കലിമത്ത് വേർഡ്സ് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഷജറു ഷായും ജായും റാവും ചേർത്തിട്ട് തന്നിട്ടുണ്ട്. ഷജറു. ഇനി എന്താ എഴുതാ നമുക്ക്? ഫ റ സുൻ ഫറസുൻ. ഒന്ന് അത് മൂന്ന് ഒന്നുകൾ ചേർത്തിട്ടൊരു വേർഡ്സ് ഉണ്ടാക്കാം. പിന്നെ അടുത്ത നമുക്ക് ഫ രണ്ട് കൊടുക്കട്ടോ. ഫർ റ് ദുൻ രണ്ട് ഫർദുൻ. നമ്മളിവിടെ മുകളിൽ പറഞ്ഞിട്ടുണ്ട് ഫർദുൻ. അത് നമുക്ക് ഒരു വേർഡ്സ് ഉണ്ടാക്കാം. അടുത്തത് ഓ. മൂന്നാമത്തെ കള്ളിയിലേക്ക് ഓ റ് സുൻ ഒർസുൻ. അപ്പോൾ 3 ഓർ സുൻ അത് എഴുതാം. ഓക്കെ. അങ്ങനെ നമ്മൾ ഇത് പൂർത്തിയാക്കി എഴുതി കൊടുക്കാം. അപ്പോൾ അത് മനസ്സിലാക്കാം. നമ്മൾ 1 എന്നുള്ളത് ഫ റ സുൻ, അത് ഒന്നാമത്തേലേക്ക്. പിന്നെ 2 നമ്പർ ഇട്ട ഫ റ് ദുൻ ഫർദുൻ, അത് നമുക്ക് ഈ കള്ളിയിലേക്ക് എഴുതാം. പിന്നെ മൂന്നാമത്തത് ഓ റ് സുൻ ഓർസുൻ, അപ്പോൾ അത് ഈ കള്ളിയിലേക്കും എഴുതാം. അടുത്തത് നമുക്ക് എന്താണ് വരുന്നത്? നെസ്സിൽ യോജിപ്പിച്ച് കൊടുക്കണം അല്ലേ. സഹ്റ എന്ന് നമ്മൾ എന്തിനാണ് പഠിച്ചത്? ഫ്ലവറിനാണ് അല്ലേ. ഫ്ലവറിന് സഹ്റ. ഒസാൽ മാന് അല്ലേ. ഒസാൽ മാന്. ഫറസ് ഹോസ്. അപ്പോൾ അത് മാച്ച് ചെയ്യാം. പിന്നെ എന്താണ്? നുഫരിക്ക് നമുക്ക് വേർതിരിച്ച് എഴുതണം. ജിസ്റുൻ, ഇത് നമുക്ക് അക്ഷരങ്ങൾ വേർതിരിച്ച് കൊടുക്കണം. അപ്പോൾ ജീമ എഴുതുമ്പോൾ വേർതിരിച്ച് എഴുതുമ്പോൾ ഒറ്റക്ക് എഴുതുമ്പോൾ ഇങ്ങനെ അല്ലേ. സീന് റ. ഓക്കെ. അപ്പോൾ ജി സ് റുൻ എന്നിട്ട് ഹർക്കത്തുകൾ നൽകുക. ഇനി ഫജ്റുൻ ഫ ജ് റുൻ ഫജ്റുൻ. ഓക്കെ. പിന്നെ ഒഫറ
റ അഫറ. പിന്നെ അത്തിഫ അതിഫ അതിഫ. ഫസ്റ്റ് ഐന് തനിച്ച് എഴുതുമ്പം തോ ഫ. ഓക്കെ, ഞാൻ ഇത് സ്ട്രൈറ്റിൽ വെച്ച് എഴുതുന്നത് കൊണ്ടാണ് അക്ഷരങ്ങൾ ചെരിഞ്ഞു പോകുന്നത്. ഒക്കെ മനസ്സിലാക്കുക. ഇനി നക്തുബ് പകർത്തി എഴുതാനാണ്. അപ്പോൾ അത് വായിക്കുക. താഴ്ന്ന് 4 വരെയുള്ള കള്ളികളിലേക്ക് അത് പകർത്തി പറഞ്ഞ് എഴുതുക കേട്ടോ. ഫറഹുൻ ഫറഹുൻ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മേലേക്ക് എഴുതുക ഫറഹുൻ. അടുത്തതോ സിഫ്റുൻ സിഫ്റുൻ സിഫ്റുൻ. അടുത്തത് തൊർഫുൻ തൊർഫുൻ തൊർഫുൻ. റൗഫുൻ റൗഫുൻ റൗഫുൻ. അപ്പോൾ എത്രയാണ് നമ്മൾ 23ാമത്തെ ഫ എന്ന അക്ഷരം പഠിക്കുന്ന പാഠഭാഗത്തിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.